ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാന്താര ചാപ്റ്റർ 1 തിയേറ്ററിലെത്തിയിട്ട് നാലാമത്തെ ഞായറാഴ്ച കൂടിയായ 25-ാം ദിവസമാണ് ഇന്ന് കടന്നു പോകുന്നത്. ബോംബാലെ ഫിലിംസ് നിർമ്മിച്ച് ഋഷഭ് ഷെട്ടി തിരക്കഥ സംവിധാനം ചെയ്ത ഈ സിനിമ ഒക്ടോബർ 2 തിയേറ്ററിലെത്തി ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടുത്ത് 1000 കോടിയിലേക്ക് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ചിത്രം 24-ാം ദിവസം ഇന്നലെ ശനിയാഴ്ച ആഗോളതലത്തിൽ തന്നെ കളക്ട് ചെയ്തത് 11 കോടി റേഞ്ചിലായിരുന്നു. ഇന്നലെ ശനിയാഴ്ച കേരളത്തിൽ 52 ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ ആദ്യ 24 ദിവസം കൊണ്ട് 53 കോടി 75 ലക്ഷം രൂപയാണ് സ്വന്തമാക്കിയിരുന്നത്. കർണാടകയിൽ ഈ സിനിമ ഇന്നലെ കളക്ട് ചെയ്തത് 3 കോടി 75 ലക്ഷം രൂപയായിരുന്നു. 231 കോടി 60 ലക്ഷം രൂപയാണ് 24 ദിവസത്തെ കർണാടക കളക്ഷൻ. ആന്ധ്ര തെലങ്കാനയിൽ നിന്ന് ഇന്നലെ 70 ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ 24 ദിവസം കൊണ്ട് 103 കോടി 95 ലക്ഷം രൂപയാണ് നേടിയെടുത്തിരിക്കുന്നത്. തമിഴ്നാട്ടിൽ ഈ സിനിമ ഇന്നലെ കളക്ട് ചെയ്തത് 1 കോടി 15 ലക്ഷം രൂപയായിരുന്നു. ഇന്നലെ വരെ 68 കോടി 35 ലക്ഷം രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. 24 ദിവസം കൊണ്ട് ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി 690 കോടി 70 ലക്ഷം രൂപയാണ് സിനിമ നേടിയെടുത്തിട്ടുള്ളത്. വിദേശ കളക്ഷനായി 110 കോടി 30 ലക്ഷം ഉൾപ്പെടെ ആദ്യ 24 ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി 801 കോടി രൂപയാണ് ഈ സിനിമ സ്വന്തമാക്കിയത്. ഇനി 25 ദിവസം കൂടി എന്ന ഞായറാഴ്ചയിലെ ഈ സിനിമയുടെ കേരള കളക്ഷനിലേക്ക് വന്നാൽ ഇന്ന് 70 ലക്ഷം റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ 25 ദിവസം കൊണ്ട് കേരളത്തിൽ 54 കോടി 45 ലക്ഷം റേഞ്ചിലാണ് ഈ സിനിമയുടെ കളക്ഷൻ എത്തിച്ചേർന്നിട്ടുള്ളത്. ഇന്ന് ഈ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 12-13 കോടി റേഞ്ചിലാണ്. അങ്ങനെ 25 ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി 814 കോടി റേഞ്ചിലാണ് ഈ സിനിമ എത്തിച്ചേർന്നിട്ടുള്ളത്. ആദിത്യ സർപോത്കർ സംവിധാനം ചെയ്ത് ഒക്ടോബർ 21 ചൊവ്വാഴ്ച തിയേറ്ററിലെത്തി വമ്പൻ കളക്ഷനുമായി മുന്നേറിക്കൊണ്ടിരിക്കുന്ന ബോളിവുഡ് സിനിമയാണ് തമ്മ. മഡോക്ക് ഹൊറർ കോമഡി യൂണിവേഴ്സിലെ 5ാമത്തെ ചാപ്റ്ററായ ഈ സിനിമയിൽ ആയുഷ്മാൻ ഖുറാന, രശ്മിക മന്ദാന, നവാസുദ്ദീൻ സിദ്ദിഖി, പരേഷ് റാവൽ എന്നിങ്ങനെയാണ് താരങ്ങൾ. ഈ സിനിമ ആദ്യ ശനിയാഴ്ച കൂടിയ ഇന്നലെ ആഗോളതലത്തിൽ കളക്ട് ചെയ്തത് 17 കോടി രൂപയായിരുന്നു. അതേസമയം 5 ദിവസം കൊണ്ട് കേരളത്തിൽ ഈ സിനിമ 25 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി 94 കോടി 50 ലക്ഷം രൂപയാണ് 5 ദിവസം കൊണ്ട് നേടിയെടുത്തിട്ടുള്ളത്. വിദേശ കളക്ഷനായി 12 കോടി 50 ലക്ഷം ഉൾപ്പെടെ 5 ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി 107 കോടി രൂപയാണ് ഈ സിനിമ സ്വന്തമാക്കിയത്. ഇനി ആദ്യ ഞായറാഴ്ച കൂടിയ 6ാം ദിവസമായി ഇന്നത്തെ കളക്ഷനിലേക്ക് വന്നാൽ ഇന്ന് 20 കോടി റേഞ്ചിലാണ് വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത്. 6 ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി 127 കോടി റേഞ്ചിലാണ് ഈ സിനിമ എത്തിച്ചേർന്നിട്ടുള്ളത്. സിനിമയുടെ ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്നത് 145 കോടി റേഞ്ചിലാണ്. ഇനി മലയാള സിനിമകളുടെ കളക്ഷൻ റിപ്പോർട്ടിലേക്ക് വന്നാൽ ദി പെറ്റ് ഡിറ്റക്റ്റീവ് അതുപോലെ തന്നെ നൈറ്റ് റൈഡേഴ്സ് എന്നിങ്ങനെ 2 സിനിമകളാണ് കേരളത്തിൽ നല്ല കളക്ഷനുമായി മികച്ച ഹോൾഡ് നിലർത്തി മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ഷറഫുദ്ദീൻ നായനെ പ്രണീഷ് വിജയൻ തിരക്കഥ സംവിധാനം ചെയ്ത് ഒക്ടോബർ 16 വ്യാഴാഴ്ച തിയേറ്ററിലെത്തിയ പെറ്റ് ഡിറ്റക്റ്റീവ് ഇന്നലെ 10ാം ദിവസമായ ശനിയാഴ്ച കേരളത്തിൽ 77 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത്. 10 ദിവസം കൊണ്ട് കേരളത്തിൽ 7 കോടി 73 ലക്ഷം രൂപയാണ് ഈ സിനിമ സ്വന്തമാക്കിയിട്ടുള്ളത്. 11ാം ദിവസം എന്ന ഞായറാഴ്ച ഈ സിനിമ കേരളത്തിൽ 90 ലക്ഷം 1 കോടി റേഞ്ചിലാണ് എത്തിച്ചേർന്നിട്ടുള്ളത്. അങ്ങനെ 11 ദിവസം കൊണ്ട് കേരളത്തിൽ 8 കോടി 70 ലക്ഷം റേഞ്ചിലാണ് ഈ സിനിമയുടെ കളക്ഷൻ എത്തിച്ചേർന്നിട്ടുള്ളത്. സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 15 കോടി റേഞ്ചിലുമാണ്. മാത്യു തോമസ് നായകനായി നവാഗതനായ നൗഫർ അബ്ദുള്ള സംവിധാനം ചെയ്ത് ഒക്ടോബർ 24 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തി വളരെ മികച്ച അഭിപ്രായം നേടിയെടുത്ത് മുന്നേറിക്കൊണ്ടിരിക്കുന്ന മലയാള സിനിമയാണ് നെല്ലിക്കാമ്പൊയിൽ നൈറ്റ് റൈഡേഴ്സ്. റോഷൻ ഷാനവാസ്, ശരത് സഭ, മീനാക്ഷി ഉണ്ണികൃഷ്ണൻ, മെറിൻ ഫിലിപ്പ്, റോണി ഡേവിഡ്, അബു സലീം എന്നിങ്ങനെയാണ് താരങ്ങൾ. ഈ സിനിമ ഇന്നലെ 2ാം ദിവസമായ ശനിയാഴ്ച കേരളത്തിൽ 67 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത്. 2 ദിവസം കൊണ്ട് 1 കോടി 27 ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ 3ാം ദിവസം ഇന്ന് ഞായറാഴ്ച കേരളത്തിൽ 75-80 ലക്ഷം റേഞ്ചിൽ കളക്ഷനാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ആദ്യ 3 ദിവസം കൊണ്ട് കേരള കളക്ഷനായി 2 കോടിക്ക് മുകളിലാണ് ഈ സിനിമ സ്വന്തമാക്കിയിട്ടുള്ളത്. സിനിമയുടെ 3 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ 3.5 കോടി റേഞ്ചിലും പ്രതീക്ഷിക്കുന്നുണ്ട്. 8 കോടി ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്ന ഈ സിനിമയ്ക്ക് നാളെ തിങ്കളാഴ്ച മുതലുള്ള കളക്ഷൻ വളരെ നിർണായകമായിരിക്കും. ഈ സിനിമകളെക്കുറിച്ച് വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.